Hello friends, welcome back to Delicious. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അരിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ 1 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒരു 5-6 തവണ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർത്തി വെക്കാം. മറക്കാതെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി കഴുകിയിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കഴുകിയ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഹീറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം പഞ്ചസാരയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അരി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അരി ആദ്യമേ കുറച്ച് നുറുക്കിയെടുത്ത് ഇട്ട് കൊടുക്കാവുന്നതുമാണ്. അരി വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് നുറുക്കി കൊടുക്കാവുന്നതുമാണ്. ഇപ്പോൾ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ താനേ നമ്മുടെ അരി നുറുങ്ങി വരും. ഞാൻ ഇവിടെ അധികം ഓവറായിട്ട് കുക്കാക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഞാൻ പാല് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നെ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഫോളോ ചെയ്യണേ. അടി പിടിക്കാതിരിക്കാൻ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അടി പിടിക്കാതിരിക്കാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇവിടെ ഓരോരോ കപ്പ് വീതം പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ 1.5 കപ്പ് പാൽ കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാലാണ് ഞാൻ പിന്നെ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടലി ഞാനിവിടെ 7 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 7 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അരി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നുറുക്കണമെങ്കിൽ ഇതുപോലെയോ അതോ നമ്മൾ ഒരു കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താലും മതി. ഞാനിവിടെ അധികം ഉടച്ചെടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉടക്കുന്നുള്ളൂ. ടോട്ടലി ഞാനിവിടെ 7 കപ്പ് പാലും 1 കപ്പ് വെള്ളവുമാണ് ഉപയോഗിച്ചത്. ഇതിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിന് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പഞ്ചസാരയോടെ പൊടിച്ചെടുത്ത ഏലക്കായ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ഏലക്കായ് ചതച്ച് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്ത അണ്ടിപ്പരിപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്ത് നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.